ഹായ് ഫ്രണ്ട്സ്, ഇൻഡസ്ട്രിയൽ ഓട്ടോമേഷൻ മലയാളം യൂട്യൂബ് ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു പുതിയ വീഡിയോ ട്യൂട്ടോറിയൽ സീരീസിന് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. ഡെൽറ്റ പി എൽ സിയുടെ കംപ്ലീറ്റ് ഇൻസ്ട്രക്ഷനും അതുപോലെ ഡെൽറ്റ പി എൽ സിയുടെ എങ്ങനെ കംപ്ലീറ്റ് പ്രോഗ്രാം ചെയ്യാം എന്നുള്ളതിൻ്റെ വീഡിയോ ട്യൂട്ടോറിയൽ സീരീസിന് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. ഇന്ന് നമ്മൾ അതിൻ്റെ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിട്ട് അടുത്ത വീഡിയോ മുതൽ നമുക്കതിൻ്റെ ഓരോരോ ഇൻസ്ട്രക്ഷനും വിശദമായി തന്നെ പഠിച്ച് അതിൻ്റെ നമുക്കൊരു ഡെൽറ്റ പി എൽ സി പ്രോഗ്രാമർ എങ്ങനെ നല്ലൊരു ഡെൽറ്റ പി എൽ സി പ്രോഗ്രാമർ ആവാനുള്ള ഒരു വീഡിയോ സീരീസ് ഇന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് നമ്മൾ. അപ്പോൾ നമുക്ക് ടൈം കളയാതെ നമുക്ക് ആദ്യം എങ്ങനെ ഇത് ഇൻസ്റ്റാൾ ചെയ്ത് വെക്കാമെന്ന് നോക്കാം. ആ വീഡിയോയിലേക്ക് പോകാം. ഓക്കെ. സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്യാൻ സോഫ്റ്റ്വെയറിൻ്റെ സെറ്റപ്പ് ഫയൽ ഡൗൺലോഡ് ചെയ്യുവാനായിട്ട് നമുക്ക് ആദ്യം ഒരു വെബ് ബ്രൗസർ എടുത്തിട്ട്, എൻ്റെ അടുത്ത് ക്രോം വെബ് ബ്രൗസറാണുള്ളത്, ഗൂഗിൾ ക്രോം എടുത്തിട്ട് ഞാൻ അതിൽ ഡെൽറ്റ ഡബ്ല്യു പി എൽ സോഫ്റ്റ് ഡൗൺലോഡ് എന്ന് കൊടുക്കുകയാണ്. ഡെൽറ്റ ഡബ്ല്യു പി എൽ സോഫ്റ്റ് ഡൗൺലോഡ് എന്ന് കൊടുക്കുമ്പോൾ അതിൽ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിലെ ഫസ്റ്റ് ലിങ്ക് തന്നെ കാണാം. ഡൗൺലോഡ് സെൻറ്റർ ഡോട്ട് ഡെൽറ്റ ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് കോം എന്ന വെബ്സൈറ്റിലെ ഫസ്റ്റ് ലിങ്കിൽ തന്നെ ക്ലിക്ക് ചെയ്യുക. ഫസ്റ്റ് ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിൻ്റെ ഡബ്ല്യു പി എൽ സോഫ്റ്റ് വേർഷൻ 2.52 എന്ന് പറഞ്ഞ ഏറ്റവും ലേറ്റസ്റ്റ് വേർഷൻ തന്നെ നമുക്ക് അതിൻ്റെ സെറ്റപ്പ് ഫയൽ ഇവിടെ ഈ ഫയൽ എന്ന് പറഞ്ഞ ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ലൈസൻസ് അഗ്രിമെൻറ്റിൻ്റെ ഒരു പേജിലേക്ക് പോകും. അപ്പോൾ അത് ഐ ഹാവ് റീഡ് ആൻഡ് അഗ്രി ടു ദ പോളിസി എന്ന് പറഞ്ഞ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഡൗൺലോഡ് ബട്ടൺ ഇനേബിൾ ആവുകയുള്ളൂ. എന്നിട്ട് ആ ഡൗൺലോഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ സോഫ്റ്റ്വെയർ നമുക്കിവിടെ ഡൗൺലോഡ് ആവുന്നതായിട്ട് കാണാം. ഈ സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ആയതിനു ശേഷം ഇപ്പം ഞാൻ ഓൾറെഡി അതിൽ ഡൗൺലോഡ് ചെയ്ത് വെച്ചിരുന്നു. അപ്പോൾ ആ ഇപ്പോൾ അതിൻ്റെ ഡൗൺലോഡ് ആയിട്ടുണ്ട്. ഡൗൺലോഡ് ആയതിനു ശേഷം ആ ഡൗൺലോഡ് ഫയലിൽ ഇത് നമുക്ക് ഇനി ഡൗൺലോഡ്സിൽ പോയിട്ട്, അല്ലെങ്കിൽ ഇവിടെ തന്നെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ അതിൻ്റെ ഡൗൺലോഡ്സ് ഫോൾഡറിൽ പോകുന്നതാണ്. അവിടെ പോയിട്ട് ഇത് എക്സ്ട്രാക്ട് ചെയ്യുക. എക്സ്ട്രാക്ട് ഫയൽസ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അതിവിടെ എക്സ്ട്രാക്ട് ആവുന്നതാണ്. ഓക്കെ, അത് എക്സ്ട്രാക്ട് ആയിട്ടുണ്ട്. എക്സ്ട്രാക്ട് ആയിട്ട് ഇനി ഈ എക്സ്ട്രാക്ട് ആയിട്ടുള്ള ഇത് ഓപ്പൺ ചെയ്യുക. ഇത് ഇങ്ങനെ എക്സ്ട്രാക്ട് ആയ ഒരു ഫോൾഡർ ഇങ്ങനെ ക്രിയേറ്റ് ആവും. ഇതിൽ ഡെൽറ്റ IA PLC WPL വേർഷൻ 2.52 എന്ന് പറഞ്ഞിട്ട് SW എന്നൊക്കെ പറഞ്ഞിട്ടൊരു സോഫ്റ്റ്വെയർ ഒരു ഫോൾഡർ ഇതിൽ ക്രിയേറ്റ് ആവും. ആ ഫോൾഡറിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ, ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ setup.exe എന്ന് പറഞ്ഞ ഈ സെറ്റപ്പ് ഫയൽ നമുക്ക് കിട്ടും. ഇതിൽ റൈറ്റ് ക്ലിക്ക് അടിച്ചിട്ട് റൺ ആസ് അഡ്മിനിസ്ട്രേറ്റർ കൊടുക്കുക. റൺ ആസ് അഡ്മിനിസ്ട്രേറ്റർ കൊടുത്തു കഴിഞ്ഞിട്ട് ഇതിന് എസ് കൊടുക്കുക. ഇതിൻ്റെ പെർമിഷൻ ചോദിക്കുന്നതിന് എസ് കൊടുക്കുക. എസ് കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ വരും. ഇനി നെക്സ്റ്റ് അടിച്ച് കൊടുത്തിട്ട് ഇതിൻ്റെ ഐ അക്സെപ്റ്റ് കൊടുക്കുക. ലൈസൻസ് അഗ്രിമെൻറ്റ് അക്സെപ്റ്റ് കൊടുക്കുന്നുണ്ട്, അത് അക്സെപ്റ്റ് കൊടുക്കുക. ഇനി
ഇവിടെ നമുക്ക് വേണമെങ്കിൽ ഓർഗനൈസേഷൻ്റെ പേരോ എന്തെങ്കിലും കൊടുക്കാവുന്നതാണ്. നമുക്ക് അതേപോലെ എനിവൺ ഹു യൂസ് ദിസ് കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞിട്ട് ആരാണ് ഇത് യൂസ് ചെയ്യേണ്ടതെന്ന് ചോദിക്കുന്നത്, അത് നമുക്ക് കൊടുത്തിട്ട് നെക്സ്റ്റ് അടിക്കുക, എന്നിട്ട് ഇൻസ്റ്റാൾ കൊടുക്കുക. ഇപ്പോൾ അത് സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ആവുന്നുണ്ട്. ഇപ്പോൾ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ആയിട്ട് ഫിനിഷ് കൊടുത്തു കഴിഞ്ഞാൽ കൊടുത്തു കഴിഞ്ഞതോടുകൂടി സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ആയി. ഇനി നമുക്ക് ജസ്റ്റ് അത് വർക്ക് ആവുന്നുണ്ടോ എന്നുള്ളതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അതിനായിട്ട് നമുക്ക് ആദ്യം ഈ സോഫ്റ്റ്വെയർ എടുത്ത് നോക്കാം. ഇതിപ്പോൾ ഡെസ്ക്ടോപ്പിൽ ഇങ്ങനെ ഒരു WPL സോഫ്റ്റ് 2.52 എന്ന് പറഞ്ഞ സോഫ്റ്റ്വെയർ അതിൻ്റെ ഐക്കൺ ഇവിടെ വന്നിട്ടുണ്ടാവും. അത് ഓപ്പൺ ചെയ്തിട്ട് അതിൽ ഡബിൾ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്തിട്ട് ഇത് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതിപ്പോൾ നമ്മുടെ അടുത്ത് PLC ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്കിത് ഈ സിമുലേഷൻ മോഡിൽ ഇത് വർക്ക് ചെയ്യിച്ച് നോക്കാവുന്നതാണ്. അപ്പോൾ അത് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് കറക്റ്റ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു പ്രൊജക്റ്റ് ഒരു ഫയൽ ഇതിൽ ക്രിയേറ്റ് ചെയ്തിട്ട് ഇതിന് പ്രോഗ്രാം ടൈറ്റിലോ ഇതൊക്കെ കൊടുത്തില്ലെങ്കിലും ഇത് വർക്കാവും. ജസ്റ്റ് ഒന്ന് വർക്ക് ചെയ്യുമോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ഫയൽ നെയിം DVP0 എന്ന് പറഞ്ഞിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ അത് തന്നെ കൊടുത്തിട്ട് ഓക്കെ കൊടുത്ത് നമ്മളിതൊന്ന് മാക്സിമൈസ് ചെയ്യുകയാണ്. ഈ വിൻഡോ ഒന്ന് മാക്സിമൈസ് ചെയ്യുകയാണ്. അതിനുശേഷം നമ്മൾ ഒരു ഇൻപുട്ട് എടുത്തിട്ട് ഒരു ഇൻപുട്ട് ഓൺ ആക്കുമ്പോൾ നമ്മൾ അതിൻ്റെ ഔട്ട്പുട്ടും കൊടുത്ത് ഔട്ട്പുട്ട് ഓൺ ആവുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്ന ജസ്റ്റ് ഒരു സിമ്പിൾ പ്രോഗ്രാം അത് നമ്മളൊന്ന് വർക്ക് ചെയ്യിച്ച് നോക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം ഒരു ഇൻപുട്ട് കോണ്ടാക്ട് എടുത്തിട്ട് ഒരു നോർമലി ഓപ്പൺ കോണ്ടാക്ട് എടുത്തിട്ട് അതിൻ്റെ ഏത് ഡിവൈസാണ് അതിൽ കണക്ട് ചെയ്തത് എന്നുള്ളത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഡിവൈസ് നെയിം X0, അതായത് ഫസ്റ്റിലെ ഇൻപുട്ട് X0 എന്ന് പറഞ്ഞ ഇൻപുട്ട് നമ്മൾ സെലക്ട് ചെയ്തിട്ട് അത് ഓക്കെ കൊടുത്തു. അപ്പോൾ അവിടെ X0ൻ്റെ നോർമലി ഓപ്പൺ കോണ്ടാക്ട് അവിടെ വന്നു. ഇനി ഒരു ഔട്ട്പുട്ട് കോയിൽ എടുത്തിട്ട് ഇവിടുന്ന് ഒരു ഔട്ട്പുട്ട് കോയിൽ ക്ലിക്ക് ചെയ്തിട്ട് ഈ F7 എന്ന് പറഞ്ഞ ഈ അല്ലെങ്കിൽ F7 അടിച്ചാലും മതി, അല്ലെങ്കിൽ ഈ ഔട്ട്പുട്ട് കോയിൽ ക്ലിക്ക് ചെയ്തിട്ട് Y0 എന്ന് പറഞ്ഞ ഔട്ട്പുട്ട് കോയിൽ നമ്മൾ എടുത്തിട്ട് അതും ഓക്കെ കൊടുത്ത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി വേണ്ടത് ഇത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം നമുക്ക് ഇതിൻ്റെ ഈ പ്രോഗ്രാം കമ്പൈൽ ചെയ്യണം. കമ്പൈൽ ചെയ്യാനായിട്ട് ഇവിടെ ഈ കോഡ് എന്നുള്ള ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇവിടെ ഇപ്പോൾ കാണിക്കും കമ്പൈലിംഗ് ഈസ് കംപ്ലീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ നമ്മൾ എഴുതിയ പ്രോഗ്രാമിൽ ഇററോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രശ്നങ്ങളോ ഒന്നും ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ അത് വന്നതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, ഇതിന് സിമുലേഷൻ മോഡിലോട്ട് പോകാനായിട്ട് ഈ സിമുലേറ്റർ എന്ന് പറഞ്ഞ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ സിമുലേറ്റർ എന്ന് പറഞ്ഞ ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് ഇവിടെ ഇതിൻ്റെ PLCയിലേക്ക് ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ മാത്രമാണ് ഇനേബിൾ ആവുക. അത് ഇതിൻ്റെ PLCയിൽ നിന്ന് അപ്ലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഡിസേബിൾ ആവും ഈ സിമുലേഷൻ മോഡിൽ. അപ്പോൾ അത് ഈ സിമുലേഷൻ മോഡിലാണോ എന്ന് നമുക്ക് ഉറപ്പിക്കാനായിട്ട് നമുക്കത് നോക്കിയാൽ മതി. അപ്പോൾ സിമുലേഷൻ മോഡിൽ നമ്മൾ അത് ചെയ്തു. ഇനി സിമുലേഷൻ മോഡിൽ നമ്മൾ എത്തിയപ്പോൾ ഇനി ഇത് PLCയിലോട്ട് പ്രോഗ്രാം ഡൗൺലോഡ് ചെയ്യാനായിട്ട് റൈറ്റ് ടു PLC എന്ന് പറഞ്ഞ ഈ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഒരു പോപ്പപ്പ് വന്നിട്ട് കമ്മ്യൂണിക്കേഷൻ മോഡ് PC ടു PLC, അതായത് PCയിൽ നിന്ന് PLCയിലോട്ട് ഡൗൺലോഡ് ചെയ്യാനാണ് ഇത് എന്ന് കാണിക്കുന്നതാണ് ഇത്. അത് ഓക്കെ കൊടുത്തിട്ട് ഇപ്പോൾ ഡൗൺലോഡ് ആയിട്ടുണ്ട്. ഇപ്പോൾ ഇതിലേക്ക് PLCയിലോട്ട് പ്രോഗ്രാം ഡൗൺലോഡ് ആയി. PLCയിലോട്ട് മീൻസ് നമ്മുടെ ഫിസിക്കൽ PLC ഇല്ല, നമ്മൾ സിമുലേഷൻ മോഡിലാണ് ചെയ്യുന്നത്. അപ്പോൾ ഡൗൺലോഡ് ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ PLCയുടെ സ്റ്റാറ്റസും കാര്യങ്ങളും നമുക്ക് അറിയണം എന്നുണ്ടെങ്കിൽ, നമുക്ക് അതിൻ്റെ ഇൻപുട്ടിൻ്റെയും ഔട്ട്പുട്ടിൻ്റെയും ഒക്കെ സ്റ്റാറ്റസ് നമുക്ക് അറിയണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിൽ പോകണം, ഓൺലൈൻ മോഡിൽ പോകണം. ഓൺലൈൻ മോഡിൽ പോയി കഴിഞ്ഞാൽ ഓൺലൈൻ മോഡിൽ ഈ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ PLCൻ്റെ സ്റ്റാറ്റസ് സ്റ്റോപ്പ് എന്ന് പറഞ്ഞിട്ട് കാണിക്കും. ഇവിടെ അത് PLCൻ്റെ സ്റ്റാറ്റസ് സ്റ്റോപ്പ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട്. ഇനി ഇതിനെ നമ്മൾ PLC റൺ ചെയ്യണം. PLC റൺ ചെയ്യാനായിട്ട് ഇവിടെ റൺ ബട്ടൺ ഉണ്ട്. ഈ റൺ ബട്ടണിൽ ക്ലിക്ക് ചെയ്തിട്ട് PLC റൺ, അപ്പോൾ അതിൻ്റെ കൺഫർമേഷൻ ചോദിക്കും. അത് കൺഫർമേഷൻ യെസ് കൊടുത്തു കഴിഞ്ഞാൽ PLC റൺ മോഡിലായി. ഇവിടെ ഇപ്പോൾ റൺ എന്ന് കാണിക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ ഇൻപുട്ട് ഓൺ ആക്കുമ്പോൾ ഈ ഔട്ട്പുട്ട് ഓൺ ആവുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാം, ഇതിൻ്റെ റൈറ്റ് ക്ലിക്ക് എടുത്തിട്ട് സെറ്റ് ഓൺ എന്ന് കൊടുക്കുക. സെറ്റ് ഓൺ എന്ന് കൊടുക്കുമ്പോൾ ഇതിപ്പോൾ ഈ ഇൻപുട്ട് ഓൺ ആകുമ്പോൾ, അതായത് ഈ ഇൻപുട്ട് ഓൺ ആകുമ്പോൾ ഈ ഔട്ട്പുട്ട് ഓൺ ആയിട്ടുണ്ട് എന്നുള്ളത് PLCയിൽ കാണിച്ചു തരുന്നുണ്ട് നമുക്ക്. അവിടെ ഗ്രീൻ വന്നു കഴിഞ്ഞാൽ അത് ഓൺ എന്നുള്ളതാണ് അർത്ഥം. ഇനി അത് വീണ്ടും ഓഫ് ആക്കി നോക്കുമ്പോൾ
ഓഫ് ആക്കിയിട്ട് സെറ്റ് ഓഫ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അത് ആ ബട്ടൺ ഓഫ് ആക്കുമ്പോൾ ഔട്ട്പുട്ട് ഓഫ് ആവുന്നതായിട്ട് നമുക്ക് കാണാം. ഇങ്ങനെ ഇത്രയും വർക്ക് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഇതിൻ്റെ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാളേഷൻ എല്ലാ കാര്യങ്ങളും ഓക്കെ ആണ്. ഇനി ഇതിൻ്റെ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാളേഷൻ കാര്യങ്ങളെല്ലാം ഇനി കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിൻ്റെ ഓരോ ഇൻസ്ട്രക്ഷൻ എടുത്തിട്ട് ഓരോ ഇൻസ്ട്രക്ഷനും പ്രോഗ്രാം ചെയ്ത് നോക്കിയിട്ട് നമുക്കത് അപ്പോൾ ഇത്രയും ചെയ്തു വെച്ചിട്ട് അപ്പോൾ ഇന്ന് പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു. ഇത്രയും കാര്യങ്ങൾ ചെയ്തു വെച്ചിട്ട് അടുത്ത വീഡിയോ വരുമ്പോൾ അത് നമുക്കിതിൻ്റെ ഓരോ പ്രാക്ടിക്കൽ വീഡിയോയും ഓരോ പ്രോഗ്രാമിങ്ങും ചെയ്ത് അത് റൺ ചെയ്ത് നമുക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയാണ് ചെയ്യുന്നത്. ഇനി അടുത്ത വീഡിയോ മുതൽ നമുക്ക് ഇതിൻ്റെ പ്രോഗ്രാമിംഗ് ചെയ്ത് നോക്കാം. ഓക്കെ, ബൈ.